3 മണിക്കൂർ മുന്നേ പച്ചരി പുതിർത്തിയിട്ട് കഴുകിയെടുത്തതാണ്. അതിലേക്ക് 5 ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ പീസ് ഒരു ഉള്ളിയോ 1 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുക്കണം. ഒരു അരക്കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം. കുറച്ച് തെരുതിരിപ്പ് ഉണ്ടാവണേ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതിലേക്ക് 1 കപ്പോളം അരിപ്പൊടി എത്ര ടൈറ്റ് ആവുന്നെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് കുഴച്ച് വെക്കണം. കുറച്ച് തേങ്ങയിലേക്ക് മല്ലിയിലയും ചുവന്ന മുളക് ക്രഷാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി എണ്ണ നന്നായി ചൂടായാൽ 2 വലിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കണം. 1/4 കിലോ വലിയ ചെമ്മീൻ ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം വെച്ച് കൊടുക്കണം, കാരണം ചെമ്മീൻ വെന്ത് കിട്ടണ്ടേ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് ബോൾ ഷേപ്പ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം. കുറച്ച് എണ്ണ കൂടി കൈക്കാക്കി കൊടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കണം. കയ്യിൽ വെച്ച് പരത്തിയെടുത്താലും മതി, പ്ലാസ്റ്റിക് കവർ തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ ഇതുപോലെയാണ് പരത്തിയെടുക്കാറ്. ഇനി ഇതിലേക്ക് ചെമ്മീൻ മസാല വെച്ച് കൊടുക്കാം. ബീഫ് മസാല, ചിക്കൻ മസാല ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി തേങ്ങ മിക്സിലേക്ക് കൂടി മുക്കി കൊടുക്കാം. തേങ്ങ മാത്രമായാലും മതിയേ. ചുവന്ന മുളക് ക്രഷാക്കിയത് വേണമെന്നൊന്നുമില്ല. ആവിയിൽ 1/2 മണിക്കൂർ വേവിച്ചെടുക്കണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം.